പ്രേമേട്ടൻ വരുമ്പം പലപ്പോഴും പ്രേമേട്ടൻ എന്നൊരാളെ പരിചയപ്പെടുന്ന കാലം തൊട്ട് ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പല താരങ്ങളും കൊണ്ടു നടക്കുന്ന ഒരു താരഭാരം കൊണ്ടു നടക്കാത്ത ഒരാളാണ് പ്രേമേട്ടൻ. ഇത് നമ്മൾ ആലോചിക്കുന്നതും അതുപോലെ തന്നെ ഉള്ള ഒരു കലാകാരനെ പറ്റിയാണ്. മാമുക്കോയക്ക എത്രയോ സിനിമകളിൽ എത്രയോ വർഷം എത്രയോ കഥാപാത്രങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടും മാമുക്കോയക്ക നമ്മൾ എപ്പോൾ ഏത് ഫംഗ്ഷൻ ഏത് വേദിക്ക് പിന്നിൽ എവിടെ കണ്ടാലും ആ നാട്ടുകാരൻ ഒരാൾ അവിടെ വന്ന് നിൽക്കുന്നത് പോലെ അത്ര ലളിതമായി വിനയത്തോടെ വന്ന് നിൽക്കുന്ന ഒരാളാണ് മാമുക്കോയക്ക. നിങ്ങൾ തമ്മിൽ എപ്പോഴാണ് ആദ്യം കണ്ടതെന്നോ മിണ്ടിയതെന്നോ പരിചയപ്പെട്ടെന്നോ ഒക്കെ വല്ല ഓർമ്മയുണ്ടോ? ഭാഗ്യവാനാണ് എൻ്റെ ഓർമ്മയിൽ കൃത്യമായി ഇപ്പോൾ വരുന്ന സിനിമ. സുരേഷ് ഉണ്ണിത്താൻ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ, അതിനകത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പക്ഷെ അതിനുപരിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ധാരാളം കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ശരിക്കും ഒരു വലിയൊരു ഫാനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് തന്നെ. ശരിക്കും നമ്മൾ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അഭിനേതാവ് എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്സ് ഒരു വലിയ പാടുള്ളൊരു പ്രോസസ്സായി ഇതിനെ നമ്മളെ ഒരു അങ്ങനെയൊക്കെ ചില അഭിനേതാക്കൾ ചെയ്യുമല്ലോ. ഇത് ഇത്ര ഈസിയാണ്, ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണല്ലോ എന്ന് നമുക്ക് കാഴ്ചയിൽ തോന്നിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പല പ്രകടനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത്. ആദ്യ ചിത്രങ്ങൾ തൊട്ട് എടുക്കുകയാണെങ്കിൽ ഇരിക്കാം, നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഒരു സിനിമാ നടൻ പലപ്പോഴും ഡിമാൻഡിങ് ആയിരിക്കുക, അല്ലെങ്കിൽ സിനിമയിൽ അയാളുടെ കരിയർ ഗ്രാഫ് ഉയരുന്നതിനനുസരിച്ച് കൊണ്ട് അയാളുടെ വ്യക്തിജീവിതം, പെരുമാറ്റം, അയാൾ ഉപയോഗിക്കുന്ന വാഹനം, വസ്ത്രധാരണം ഇതൊക്കെ മാറുന്നത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. മാമുക്കോയൊക്കെ ഞാൻ കാണുന്ന കാലത്ത്, ഞാൻ കാണുമ്പോൾ അദ്ദേഹം വലിയ സ്റ്റാറാണ്, എന്ന് വെച്ചാൽ വലിയ നടനാണ്. അതിനുശേഷം അപ്പോഴും ഇപ്പോഴും ഒക്കെ ഒരു സാധാരണക്കാരനായി നിലനിൽക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സുഖം എന്തായിരിക്കും? നിങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അല്ല, ഞാനും ശരിക്കും അദ്ദേഹത്തെ ആദ്യം കാണുന്ന ഈ ഭാഗ്യവാൻ എന്നുള്ള സിനിമയാണ്. അതിലാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നത്. അപ്പോൾ ഞാനും അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി കണ്ടിട്ടുള്ള, സിനിമയിൽ ഒരുപാട് നമ്മളെ അത്ഭുതപ്പെടുത്തി ഒരുപാട് റോളുകളൊക്കെ ചെയ്ത് വലിയ താരമാണെന്ന് അദ്ദേഹം. പക്ഷെ നമ്മളോടൊക്കെ ഒരു വളരെ തുടക്കക്കാരനായ എന്നോടൊക്കെ അന്ന് വളരെ സൗമ്യമായിട്ടും വളരെ പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അതൊരു സാധാരണ മനുഷ്യനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എല്ലാവരും അത് പറയുന്ന കാര്യമാണ്. നമുക്ക് അദ്ദേഹം ഒരു ജീവിത അനുഭവങ്ങളുടെ ഒരു കരുത്തിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം ഇങ്ങനെ കരുപ്പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. അറിയാമല്ലോ, അദ്ദേഹം ഈ മരത്തിൻ്റെ ഏറ്റവും വലിയ എക്സ്പെർട്ടാണ്. മരത്തിൻ്റെ അളവുകൾ എടുക്കുകയും ഈ കല്ലായിപ്പുഴയിൽ ഇങ്ങനെ വരുന്ന മരങ്ങൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും മരത്തിൻ്റെ കൃത്യമായ മർമ്മമറിയുന്ന ആ മനുഷ്യനാണ്. നർമ്മത്തിൻ്റെ മർമ്മമറിയുന്ന ഒരു ശരിക്കും നമ്മളെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് മാമുക്കോയ. അതും ഞാൻ കേട്ടിട്ടുള്ളത്, അദ്ദേഹം ഈ കല്ലായിപ്പുഴയിൽ വരുന്നു, തടിയുടെ അളവെടുക്കുന്ന ജോലി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് വലിയ വ്യത്യാസം തോന്നുന്ന രണ്ട് എക്സ്ട്രീം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിലെ മികച്ച എഴുത്തുകാരും സാഹിത്യകാരും സിനിമാക്കാരും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നൊരു ബന്ധം വലിയ അത്ഭുതമാണ്. അല്ല, അതിലേക്ക് വരാം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ട് എന്നുള്ള രീതിയിലാണ് ഷെറഡി ഇപ്പോൾ അവതരിപ്പിച്ചത്. കാര്യം അത് ഈ സിനിമയുടെ ഒരു താരപരിവേഷമൊക്കെ വരുമ്പോഴും അതിലൊന്നും ഒട്ടും അഭിരമിക്കാത്ത, പണത്തിലും പ്രശസ്തിയിലും ഒന്നും ഒട്ടും അഭിരമിക്കാത്ത, എപ്പോഴും ഒരു തനി നാട്ടും പുറത്തുകാരൻ, ഒരു കോഴിക്കോടിൻ്റെ എല്ലാ ഒരു സൗന്ദര്യവും, അതിൻ്റെ കോഴിക്കോടിൻ്റെ ഒരു തനതായ സംഗീതം, നാടകം, ഫുട്ബോള്, കോഴിക്കോടിൻ്റെ സാഹിത്യം, ഇങ്ങനെ എല്ലാ കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക ഒരു സംസ്കൃതിയുടെ ഉൽപ്പന്നമാണ് ശരിക്കും നമുക്ക്. അദ്ദേഹം കോഴിക്കോട് ഒരുപാട് നാടക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഈ പറഞ്ഞതുപോലെ മഹാരഥന്മാരായ ഒരുപാട് മനുഷ്യർ. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ പറയുന്ന മലയാളത്തിൻ്റെ സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ സുൽത്താൻ്റെ ഏറ്റവും അടുത്ത ഒരു സൗഹൃദവും അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരിയുമായിട്ടൊരു കാലത്ത്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സർവകലാശാലയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു പരിചയം, ലോകം മുഴുവൻ സഞ്ചരിച്ചത് നേടിയ അറിവുകളിങ്ങനെ ഹൃദയത്തിൽ, ലോകത്തിൻ്റെ ഭൂപടം തന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന SK പൊറ്റക്കാട്, അദ്ദേഹം നമ്മുടെ ഏറ്റവും വലിയ സഞ്ചാര സാഹിത്യം, അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു വലിയ ബന്ധം. അതുപോലെ ബാബുരാജ്, പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സംഗീതജ്ഞൻ, പിന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദർ, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം, നാടക പ്രവർത്തനങ്ങൾ. അതാണ്, അത് എന്തോ ഒരു ക്വാളിറ്റി ഇല്ലാതെ ഇവരൊക്കെ ഒരാളെ കൂട്ടില്ലല്ലോ. അതെ. അപ്പോൾ ഒരു ഔപചാരികമായ വലിയ വിദ്യാഭ്യാസമൊന്നും അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ പോലും ഇവരുമായിട്ടുള്ളൊരു സഹവാസത്തിലൂടെ അദ്ദേഹം നേടിയെടുത്തൊരു വലിയ ലോകത്തെക്കുറിച്ചുള്ളൊരു വലിയ വീക്ഷണം. കാരണം നിലമ്പൂർ ബാലൻ അദ്ദേഹത്തിന്റെ സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നത് വരുന്നത്. അത് അദ്ദേഹത്തിന്റെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നത് ഇവര്, ഞാൻ എൻ്റെ കേട്ടറിവില് ഇവര് വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ വരികയും ആ കഥയുടെ ചർച്ചയൊക്കെ ചെയ്യുമ്പോഴും കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു കഥയാണിത് എന്ന് പറഞ്ഞപ്പം വൈക്കം മുഹമ്മദ് ബഷീർ റെക്കമെൻഡ് ചെയ്യുകയാണ്, ഇതാ ഈ നിൽക്കുന്ന പയ്യനെ നമ്മുടെ ഒരു സുഹൃത്താണ്,
ഇയാൾക്കൊരു വേഷം വേഷം കൊടുക്കണമെന്നുള്ളത്. എന്നിട്ട് കുതിരയ്ക്ക് പുല്ല് കൊടുക്കുന്ന ആളോ അങ്ങനെ എന്തോ ഒരു അല്ല, വൈക്കം മുഹമ്മദ് ബഷീർ അത് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിഭ മനസ്സിലാക്കിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. വെറുതെ ഒരാളെ എങ്ങനെ ഇറക്കാൻ പറ്റുമോ? അല്ലല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ നാടകത്തിലേക്ക് ഉള്ള വളരെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കോഴിക്കോടുകാർക്ക് വളരെ സുപരിചിതമാണ്. അപ്പൊ ഈ ഒരു വലിയ ഒരു എന്താണ് ഇങ്ങനെയുള്ള MT-യുമായിട്ട് അടുത്ത ബന്ധമായിരുന്നു. KT മുഹമ്മദ്, NB മുഹമ്മദ്, ഇങ്ങനെ തിക്കോടിയം മാഷ്, പി ഭാസ്കരൻ മാഷ്. ഇവിടെ ഈ കോഴിക്കോടിൻ്റെ കോഴിക്കോടെന്ന് പറയുന്ന നഗരം ഈ വലിയ സാംസ്കാരിക നായകന്മാർ, സാഹിത്യ നായകന്മാർ ഇവിടെയൊക്കെ ഒരു ഇടമായിരുന്നു. കോഴിക്കോട് റേഡിയോ നിലയത്തിൽ അദ്ദേഹം നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നീയൊന്ന് മനുഷ്യൻ എന്നങ്ങാണ്ട് പറയുന്ന ഒരു നാടകം അവതരിപ്പിച്ച് അതിച്ചിരി വിവാദമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പിന്നീടാണെങ്കിലും ഈ മാമുക്കോയൊക്കെയുടെ ഇന്റർവ്യൂ കണ്ടാലേ നമ്മൾ നാട്ടിൻപുറത്തുകാരൻ, സാധാരണക്കാരൻ, വിനയം, ലാളിത്യം എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ലോകപരിചയവും വീക്ഷണവും ഉണ്ടല്ലോ വളരെ വലുതാണ്. മാനവികത അല്ലെങ്കിൽ നമ്മള് രാഷ്ട്രീയം, മതം, ഈ സിവിക്സ് എന്ന് പറയും, പൗരധർമ്മം, ഈ ഒരു ഏരിയകളിലൊക്കെ അദ്ദേഹത്തിന്റെ ചില വീക്ഷണങ്ങള് ഒരു കൺസർവേറ്റീവായി ആ കാലത്ത് വളർന്നു വന്ന ഒരാൾക്കുണ്ടാകുന്നതല്ല. അതാണ് അദ്ദേഹം നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് അഭിനയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. ഈ ഒരു വളരെ ഒരു സാധാരണ വിദ്യാഭ്യാസം ലഭിച്ച ഒരാളിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ലോകവീക്ഷണവും സാഹിത്യത്തെക്കുറിച്ചായിരുന്നാലും മതത്തെക്കുറിച്ചായിരുന്നാലും രാഷ്ട്രീയത്തെക്കുറിച്ചായിരുന്നാലും ഒക്കെ കൃത്യമായ ഒരു കാഴ്ചപ്പാട്, ചില നിലപാടുകൾ, അത് നിർഭയമായി അതിങ്ങനെ പറയുക. ആരുടെയും മുഖത്ത് നോക്കി അദ്ദേഹത്തിന് പറയാനുള്ളത് കൃത്യമായിട്ട് പറയും. അങ്ങനെയൊക്കെയുള്ള ചില വളരെ നമുക്കൊക്കെ ഒരു എന്താണ് നമ്മളെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു വളരെ പച്ചയായ ഒരു നിഷ്കളങ്കത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു നാട്യങ്ങളും ഇല്ലാത്തൊരു മനുഷ്യൻ. ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ കാലം വന്നപ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ വായിന്നൊന്നും അങ്ങനെ ഒരു തെറ്റായ കാലത്തിന് ചേരാത്തതെന്ന് നമുക്ക് തോന്നുന്ന ഒരു വാക്ക് പോലും വായിന്ന് വീഴാത്ത ആളാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഒരു മാനവികതയുടെ, ഒരു മതേതരത്വത്തിന്റെ ഒക്കെ ഒരു വലിയ പ്രതീകമായിട്ടാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും അത് ആർക്കും അങ്ങോട്ടൊരു അലോസരപ്പെടുത്തുന്നതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പുരോഗമനപരമായ കാഴ്ചപ്പാടുകളും രാഷ്ട്രീയവും ഒക്കെ വ്യക്തമാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സമുദായത്തിൻ്റെ, മതത്തിൻ്റെ, അതിനകത്ത് തന്നെയുള്ള ചില സമ്പ്രദായങ്ങൾ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പ് തോന്നുന്നത് കൃത്യമായിട്ടും മുഖം നോക്കാതെ വളരെ രൂക്ഷമായി നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയ കാര്യങ്ങൾ എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം കൃത്യമായി പറയുകയും. അതാണ് പറയണ്ട ഞാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം വളരെ സാധാരണക്കാരനായി തടി അളവെടുക്കുന്ന ജോലിയൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരാൾക്ക് എന്തുമാത്രം ഒരു ഇച്ഛാശക്തിയും ഒരു വീക്ഷണമൊക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു എഴുത്തുകാരുടെയും സാംസ്കാരിക നായകന്മാരുമായിട്ട് അദ്ദേഹത്തിന് ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹത്തിന് പരന്ന വായന ഉണ്ടായിരുന്നു. ഈ സാംസ്കാരിക നായകന്മാർ, ഈ സാഹിത്യ നായകന്മാരുമായിട്ടുള്ള ബന്ധം, അവരിൽ നിന്ന് ആർജിച്ച അനുഭവങ്ങൾ, അറിവുകൾ, ഒപ്പം അദ്ദേഹത്തിന്റെ നല്ല വായനയുണ്ടായിരുന്നു. വലിയ വായനാശീലമുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അതിലൂടെയൊക്കെ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഒരു അനൗപചാരികമായ വിദ്യാഭ്യാസത്തിലൂടെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ വിശാലമായ ഒരു മാനവികതയുടെ ഒരു വീക്ഷണം, അതൊക്കെ അദ്ദേഹത്തിന്റെ രക്തത്തിലുള്ള ഒരു ഗുണമാണ്. ഞാൻ എൻ്റെ ഈ ഭാഗ്യവാൻ്റെ സെറ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതോ പിന്നീട് ഞങ്ങൾ അഭിനയിച്ച ചില സിനിമകളിൽ റിലീസാകാത്ത ചില സിനിമകളുമുണ്ട്. ഏതോ ഒരു ഇതിൻ്റെ ലൊക്കേഷനിൽ ഞങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മയങ്ങുന്ന ഒരു ഇതിലേക്ക്, അപ്പോൾ ഞാനിങ്ങനെ അടുത്തുണ്ട്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു കട്ടുറുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഈ കഴുത്തിലൂടെ ഇങ്ങനെ കയറി പോവുക. അപ്പോൾ ഞാൻ ചേട്ടാ ഇതാ ഒരു കട്ടുറുമ്പ്. പുള്ളി ഉടനെ നോക്കിയിട്ട് ഇതിനെ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അതങ്ങ് തറയിലിട്ടങ്ങ് വിട്ടുകൊടുക്കുക. എന്നിട്ട് അത് പോകുന്ന നോക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ അതിനത് കൊല്ലാതെ വിട്ടു, അത് ഇനി വരുന്ന ആളെ കടിച്ച് കൊല്ലട്ടതാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അല്ല അത് എന്നെ ഉപദ്രവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അന്ന് വലിയ സീരിയസ് ആയിട്ട് നടത്തി. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ ഇദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ടുള്ളൊരു വലിയ ബന്ധം, അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കിയപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ദർശനമുണ്ട്. അതായത് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഇതെല്ലാ ജീവജാലങ്ങളും. ഇപ്പോൾ ബഷീറിനോട് ഒരിക്കലും ആരോ ഒരു മാധ്യമപ്രവർത്തനമായിട്ട് ചോദിച്ചു കുടുംബത്തിൽ ആരൊക്കെയാണ് വീട്ടിൽ കുടുംബാംഗങ്ങൾ ചോദിച്ചപ്പോൾ ഭാര്യയുടെയും മക്കളുടെയൊക്കെ പേര് പറഞ്ഞതിന് ശേഷം പശുവും വീട്ടിലെ പൂച്ചയും പട്ടിയും പറമ്പിലെ പല്ലിയും പഴുതാരയും പാറ്റയും ഇതെല്ലാം എൻ്റെ കുടുംബാംഗങ്ങളാണെന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും മൗക്കയുടെ ഉള്ളിൽ ഉണ്ട്. ഞാൻ ഈ അടുത്ത് ചിന്തിച്ചൊരു കാര്യമാണ്. കാര്യം അന്ന് ഞാൻ കണ്ടൊരു ഇതാണ്. കാര്യം ഒരു സഹജീവിയെ പോലും, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത അത്രയും ഒരു നിഷ്കളങ്കമായ വീക്ഷണം. നമ്മൾ പറയും ഇപ്പൊ വള്ളത്തോള് ലോകമേ തറവാട് നിനക്ക് ഈ പുൽകളും പുഴുക്കളും തൻ കുടുംബക്കാർ. അത് അതിന്റെ ഒരു കൊളോക്കിയൽ വെർഷനാണ് ഭൂമിയുടെ അവകാശികൾ. അത് സാഹിത്യ വെർഷനാണ്. അത് ബഷീറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
ചിലരൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഈ മതിലുകൾ എന്ന് പറയുന്ന സിനിമ അടൂര് സിനിമയാക്കിയപ്പോൾ ശരിക്കും ഒരു ബഷീറിൻ്റെ ഒരു ഇതാണല്ലോ ഈ മതിലുകളിലെ കഥാപാത്രം. ബഷീറുമായിട്ട് ഏറ്റവും അടുത്ത ഒരു സാമ്യം, രൂപത്തിലും ഒക്കെ ഉള്ളൊരു സാമ്യമുള്ളൊരു മനുഷ്യനാണ് മാമുക്കോയ. മാമുക്കോയെ വെച്ച് ആ സിനിമ മമ്മൂക്കയെ വെച്ചിട്ട് ചെയ്യുന്ന അതല്ല, ഒരു താരതമ്യമൊന്നുമല്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു സിനിമ അന്ന് വന്നിരുന്നെങ്കിൽ അതൊക്കെ ചിലർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിന്തിക്കാവുന്നതാണ്. ഒരു സാമ്യം എവിടെയൊക്കെയോ ഉണ്ട്. ആ കാലത്ത് പക്ഷെ മാമുക്കോയ്ക്ക് ഇത്തരം ഈ പെരുമഴക്കാലത്തിലൊക്കെ ചെയ്തവരുള്ള കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടില്ല. നമ്മുടെ സിനിമയ്ക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ പ്രേമേട്ട, ഒരാളെ ഒരു റൂട്ടിൽ കെട്ടിയാൽ ആ റൂട്ടിൽ തന്നെ എത്രയോ നാള് പോകും. മാമുക്കോയ്ക്ക് എവിടെയാണ് ഇങ്ങനെ അവസാന കാലത്താണ് കുറച്ച് നല്ല കഥാപാത്രങ്ങൾ കിട്ടിയെന്ന് പറയാൻ പറ്റും. അല്ല, ഒരു 450-ലധികം സിനിമകൾ അഭിനയിച്ചൊരു മനുഷ്യൻ. അതിലെനിക്ക് തോന്നുന്നു ഒരു 440ഓളം സിനിമകളും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ടൈപ്പിലുള്ള ഈ ഒരു മുസ്ലിം ഭാഷ, മലബാറിലെ ഒരു മുസ്ലിം ഭാഷയുള്ള ഇങ്ങനെ ഒരു തമാശ കഥാപാത്രത്തിലേക്ക് മാത്രം അദ്ദേഹത്തിന് ചുരുക്കി കാണിക്കുകയും ഒരു 10 സിനിമ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കുറേ നല്ല കഥാപാത്രങ്ങളായി. എല്ലാം നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നടനെ അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് വളരെ കുറച്ച് സിനിമകളാണ്. അതല്ലായിരുന്നെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ആദ്യമായി പ്രഖ്യാപിച്ച ഈ ഹാസ്യ അഭിനയത്തിലുള്ള മികച്ച നടന്റെ അവാർഡ് ആദ്യമായിട്ട് കരസ്ഥമാക്കിയത് ഇന്നത്തെ ചിന്താ വിഷയമാണോ, ആ സിനിമയിലെ അഭിനയത്തിനാണെന്ന് തോന്നുന്നു. മാമുക്കയ്ക്കാണ് ആദ്യത്തെ ആ ഹാസ്യ നടനുള്ള അവാർഡ് കിട്ടിയത്. പെരുമഴക്കാലത്തില് ഈ സ്വഭാവ നടനുള്ള പരാമർശം കിട്ടിയതാണ്.